ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിന് കീഴിൽ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ ധ്യാനിക്കുന്ന ദിവസമാണ്. ആരെങ്കിലും കാണുമ്പോൾ നീ എന്താണ് വ്യാകുല മാതാവിനെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അത്രമേൽ സങ്കടം നിറഞ്ഞ ഒരു മുഖം. പരിശുദ്ധ അമ്മയുടെ അനേക ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും വ്യാകുല മാതാവിൻ്റെ ചിത്രം ഒരു പ്രത്യേക ചിത്രമാണ്. അതോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്ന രക്തക്കണ്ണീരിൻ്റെ അമ്മ, ആ ചിത്രങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴി യാത്രയിൽ ഒത്തിരിയേറെ സഹിച്ചു. ആ സഹനങ്ങൾ നമ്മൾ തിരിച്ചറിയണം എന്ന് തിരുസഭ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സെപ്റ്റംബർ 15 തീയതി വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒത്തിരിയേറെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. അത് നമുക്കറിയാം. ആ സത്യം നമ്മൾ എന്നും പ്രഘോഷണം ചെയ്യുന്നു. എന്നാൽ ആ കുരിശിൻ്റെ യാത്രയിൽ യേശുവിനോട് ചേർന്ന് ജീവിച്ച അമ്മ, ആ അമ്മ കടന്നുപോയ സഹനങ്ങൾ അത് എത്രയോ വലുതാണെന്ന് തിരുസഭ ഇന്നേ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ അനുഭവിച്ച വ്യാകുലങ്ങളെ തിരുസഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ 7 വ്യാകുലങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. 7 ദുഃഖങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പലർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ ഇന്നേ ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ അനുഭവിച്ച ഈ വ്യാകുലങ്ങളെ ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ തിരുസഭാ മാതാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ നിയോഗങ്ങളിൽ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചയമായും നമുക്കറിയാം, ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ശാരീരികമായി ഈശോ ഒത്തിരിയേറെ അനുഭവിച്ചു. എന്നാൽ പരിശുദ്ധ അമ്മ ശാരീരികമായാണോ മാനസികമായാണോ അനുഭവിച്ചത്? ആ ഉള്ളിലാണ് അമ്മ അനുഭവിച്ചത്. പരിശുദ്ധ അമ്മ ശാരീരികമായല്ല, ഉള്ളിലാണ് അനുഭവിച്ചത്. മനസ്സിലാണ് ഇതെല്ലാം അനുഭവിച്ചത്. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങൾ മുഴുവൻ ഉള്ളിലാണ്. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങൾ മുഴുവൻ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലരെ കാണുമ്പോൾ പറയുന്നത്, നീ എന്താണ് വ്യാകുല മാതാവിനെ പോലെ ഇരിക്കുന്നത്, വ്യാകുല മാതാവിൻ്റെ മുഖമാണല്ലോ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അത്രമേൽ സങ്കടം, ഭാരം ഉള്ളിലുണ്ടെങ്കിൽ അത് മുഖത്ത് തെളിയും. മലയാളത്തിലൊക്കെ നമ്മൾ പറയും മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഭാരമുണ്ടെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് തെളിയും. പരിശുദ്ധ അമ്മ ഉള്ളിൽ കൊണ്ടു നടന്ന ഈ സഹനങ്ങളും വ്യാകുലതകളും പരിശുദ്ധ അമ്മയുടെ മുഖത്ത് തെളിഞ്ഞതാണ് പ്രാർത്ഥനയായി വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. രക്തക്കണ്ണുനീര് നമുക്ക് വേണ്ടി സഹിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്നതും അമ്മ വഴി തമ്പുരാൻ്റെ പക്കൽ മധ്യസ്ഥം വഹിക്കുന്നതും. ഒരമ്മ തൻ്റെ മകൻ കടന്നുപോയ വഴിയിലൂടെ കടന്നു പോവുക, തൻ്റെ മകൻ്റെ മരണം മുമ്പിൽ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ആ അമ്മ അനുഭവിക്കുന്ന സങ്കടം അത് നിസ്സാരപ്പെട്ടതല്ല, അത്രമേൽ വലുതാണ്. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങൾ എഴുതി പഠിക്കുന്നവർ എഴുതി പഠിച്ചുകൊള്ളണം. ഒന്നാമത്തെ വ്യാകുലത വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തെ വ്യാകുലത, ഒന്നാമത്തെ മനസ്സിൻ്റെ ഭാരം കടന്നു വന്നത് അത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 തിരുവചനം. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും.
ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ആരാടാണ് പറഞ്ഞത്? ഒരമ്മയോട് പറയാണ്. മകനെ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയോട് പറയാണ്, ദേ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ അനുഭവിച്ച ഒന്നാമത്തെ വ്യാകുലതയെക്കുറിച്ചാണ് ഈ വചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നീട് പരിശുദ്ധ അമ്മ ഈ ഒരു വാൾ ഉള്ളിലൂടെ കടന്നു പോകും എന്നുള്ളത് കൃത്യമായി അനുഭവിച്ചത് തൻ്റെ മകൻ വളർന്ന് 33 വയസ്സെത്തി ഇതാ കുരിശുമരണ യാത്രയിൽ കൃത്യമായി പരിശുദ്ധ അമ്മയ്ക്ക് ഇത് വെളിപ്പെട്ട് കിട്ടി. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ശിമയോൻ പറയുകയാണ്, ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദയുണ്ട്. എന്നാൽ ശിമയോൻ പറഞ്ഞത് എപ്പോൾ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകും. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇത് കേട്ട അന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തുകയല്ലേ? ഒരമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തുകയില്ലേ? എന്നാന്നറിയത്തില്ല, ഇതെപ്പോഴാ സംഭവിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ഇതേത് രൂപത്തിലാകുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ വാള് കടന്നു പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളോട് നിങ്ങളുടെ ഒരു സുഹൃത്തൊരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ പറഞ്ഞ ആൾ ഇങ്ങനെ പറയുന്നു, അല്ലേ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം, എപ്പോഴാ സംഭവിക്കണേ? എങ്ങനെയാ സംഭവിക്കണേ? അതൊന്നും എനിക്കറിയത്തില്ല, ഇത് സംഭവിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? കിട്ടത്തില്ല. കാരണം ഇത് എങ്ങനെ എപ്പോഴെന്നറിയാതെ ഉള്ളിൽ ഇങ്ങനെ തീ കത്താൻ തുടങ്ങും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ ഉള്ളിലൂടെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുമെന്ന് ശിമയോൻ പറഞ്ഞ സംഭവം, അത് പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലതയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയം പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലതയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. മക്കളുടെ ജീവിത വഴികളെ കണ്ടിട്ട് വല്ലാണ്ട് സങ്കടപ്പെടുന്നവരുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. കണ്ണുകളടച്ച്, നിന്റെ കുടുംബത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഭാരം അതേത് വിഷയത്തെക്കുറിച്ചായിക്കോട്ടെ, ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വാള് കടന്നു പോകുമെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് നിനക്കൊരു ഭാരമാണെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ഭാരമാണല്ലോ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ചേ. അതേത് ഭാരമാണോ അത് പരിശുദ്ധ അമ്മ വഴി പുത്രൻ്റെ പക്കലേക്ക് സമർപ്പിച്ചേ. അത് ആ ഭാരം ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകള്, അവരെക്കുറിച്ച് വല്ലാത്ത ഭാരം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, എന്നിട്ട് തമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിക്ക്. ദൈവമേ, ഈ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സ്നേഹം നിറഞ്ഞോരമ്മേ, നിന്റെ പുത്രൻ ചൊരിഞ്ഞ രക്തക്കണ്ണുനീര് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടിക്കേ. സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എൻ്റെ യാചന കേൾക്കണം. ഭാരം സമർപ്പിച്ച് പാടാം. സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എൻ്റെ യാചന കേൾക്കണമേ. എല്ലാവരും ചേർന്ന് സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എൻ്റെ യാചന കേൾക്കണമേ. എല്ലാവരും സ്നേഹം
നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഓ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ അനുഭവിച്ച വ്യാകുലങ്ങളോട് ചേർന്ന് എന്റെ ജീവിതത്തെയും എന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഇടപെടണമേ, സൗഖ്യം നൽകണമേ, വിശുദ്ധി നൽകണമേ, സംരക്ഷണം നൽകണമേ, തടസ്സങ്ങൾ മാറണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലത മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈജിപ്തിലേക്കുള്ള പാലായനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വചനം മുതൽ. അവർ പോയിക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹേറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഏകദേശം 593 കിലോമീറ്ററാണ് ആ രാത്രിയിൽ യാത്ര ചെയ്തതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈജിപ്തിലേക്കുള്ള യാത്ര നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ യാത്രകളല്ല, വളരെ ദുർഘടം പിടിച്ച യാത്ര. ആ രാത്രി തന്നെ പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അധിക മണിക്കൂറുകൾ പോലും ആയിട്ടില്ല, വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരമ്മ, വല്ലാത്ത ഒരു അരക്ഷിത അവസ്ഥ ചുറ്റുവട്ടത്തുണ്ട്. നമുക്കറിയാം, ഈ പ്രസവം നടന്നു ഒന്നും വലിയ മണിമാളികയിലോ വലിയ സത്രത്തിലൊന്നുമല്ല, അത് പുൽത്തൊഴുത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റിയുടെ അങ്ങേയറ്റം, സുരക്ഷിതത്വമില്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും തൻ്റെ ദിവ്യ ശിശുവിനെയും കൊണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൽ ഇനി പിന്നെയും ഭാരമാണ്. ഈ കുഞ്ഞിനെയും കൊണ്ട് യാത്ര അത്ര എളുപ്പമല്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഔസേപ്പിതാവ് ഈ ദൗത്യം ഏറ്റെടുത്തു. ഇതിനെ രണ്ടാമത്തെ വ്യാകുലം എന്നാണ് പറയുന്നത്. ഈ കാര്യം ധ്യാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില തടസ്സങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ വല്ലാത്ത ഞെരുക്കത്തിലാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാനായി അമ്മ മകനെയും കൊണ്ട് വന്നു. മകനെക്കുറിച്ചുള്ള അമ്മയ്ക്ക് സങ്കടം. നല്ല മിടുക്കനായിട്ടുള്ള മകനാണ്. അച്ഛാ, ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇപ്പം ശരിയാവും എന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയി അച്ഛാ. വല്ലാത്ത ഭാരം. മകനേക്കാൾ ഭാരം ആർക്കാണ്? അമ്മയ്ക്കാണ്. മകൻ നല്ല പുഞ്ചിരിച്ച് എന്നോട് പറയുന്നു, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, സമയമാവുമ്പോൾ ആകട്ടെ എന്നൊക്കെ പറയുന്നു. പക്ഷേ അമ്മയുടെ വെപ്രാളം കാണണം, അമ്മയുടെ സങ്കടം കാണണം. എന്ന് പറഞ്ഞാൽ മക്കളെക്കാൾ അധികം സങ്കടപ്പെടുന്നത് ആരാ? അമ്മമാരുടെ സങ്കടം. അപ്പം ഞാൻ ഈ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ അമ്മ പറയുകയാണ്, അച്ഛാ, ഇവൻ്റെ പല കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ ശരിയായി വരുമ്പോൾ അവസാനം എത്തുമ്പോൾ അത് കിട്ടുന്നില്ല. അവസാനം എത്തുമ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അങ്ങോട്ട് പൊളിഞ്ഞു പോകും. അവസാനം എത്തുമ്പോൾ അത്രയും നന്നായിട്ട് മിടുക്കനായിട്ട് നല്ല പെർഫോമൻസ് അച്ഛാ, അവസാനത്തെ ഇൻ്റർവ്യൂവിലാണ് പലപ്പോഴും പരാജയപ്പെട്ടത്. അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതം, പ്രതീക്ഷിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലെ ചില അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ വല്ലാതെ ഞെരുങ്ങുന്നവരുണ്ട്. ഇങ്ങനെയാവുമെന്നും വിചാരിച്ചില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. അത് ചില രോഗങ്ങളാവാം. ഒരു കുടുംബം കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഭയങ്കര കരച്ചില്ല. ആ കുടുംബത്തിലെ കുടുംബനാഥന് ക്യാൻസർ രോഗം. വലിയ പ്രായമൊന്നുമില്ല. ഈ ക്യാൻസർ രോഗം വന്നതിന് ശേഷം ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിനങ്ങളായി തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുക.
നമ്മൾ എത്ര ആശ്വസിപ്പിക്കാൻ പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ പറയാണ്, ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇതേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു. തകിടം മറിഞ്ഞു, അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യം നടക്കുന്നില്ല എന്ന് വല്ലാത്ത ഭാരം. പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തിൽ വാള് കടന്നു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ അമ്മ അനുഭവിച്ച വ്യാകുലങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും സംഭവങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടോ? വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അത് പല കാര്യങ്ങളെക്കുറിച്ചുണ്ടാവും. വിചാരിച്ച പോലെ അങ്ങോട്ടൊന്നും ശരിയാവുന്നില്ല. അമ്മേ മാതാവേ, അമ്മ അനുഭവിച്ച വ്യാകുലങ്ങളോട് ചേർത്ത് വെച്ച് ഞങ്ങളും ഞങ്ങളുടെ കണ്ണുനീര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് പറ, സ്നേഹം നിറഞ്ഞോരമ്മേ, പുത്രന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അമ്മ അനുഭവിച്ച ആ യാതനകളോട് ചേർത്ത് വെച്ച് നിന്റെ നിയോഗം എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ നിയോഗം എന്താണോ അത് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്ക്. കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ ഞെട്ടിവിറച്ച് ഭയന്ന് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നീ പുറകോട്ട് പോയി നിൽക്കുകയാണോ? ഇതാ പരിശുദ്ധ അമ്മ നിന്നെ ക്ഷണിക്കുന്നു. ഇതാ ഈജിപ്തിലേക്കുള്ള പലായനത്തില് യാതനകൾ ഏറ്റെടുത്ത അമ്മ, ജീവിക്കാനായിട്ട് സ്വന്തം പുത്രനെ വളർത്താൻ തീരുമാനമെടുത്ത അമ്മ നിന്നെ പഠിപ്പിക്കുന്നു. തളരരുത് മകനെ, തളരരുത് മകളെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്നേഹം നിറഞ്ഞൊരമ്മേ, സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ചേർന്നെല്ലാവരും സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ഉയർന്ന സ്വരത്തിൽ സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും ചേർത്ത് വെച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാൻ അനുഭവിക്കുന്ന എല്ലാ യാതനകളെയും എല്ലാ സങ്കടങ്ങളെയും ഞാനിതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ വിഷയത്തിൽ മധ്യസ്ഥം വഹിച്ചിടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഇരിക്കാം. പരിശുദ്ധ അമ്മയുടെ 3ാമത്തെ വ്യാകുലതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 43, 44, 45 തിരുവചനങ്ങളാണ്. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ 1 ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. 3 ദിവസങ്ങൾക്ക് ശേഷം മകനെ കണ്ടെത്തിയ അനുഭവം. ആ 3 ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഉള്ളിലൂടെ കടന്നുപോയ ആ വലിയ വേദന, സങ്കടം, വ്യാകുലത. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ തിരിച്ചു കണ്ടെത്തിയ ആ നിമിഷം, ഇതാണ് പരിശുദ്ധ അമ്മ അനുഭവിച്ച 3ാമത്തെ വ്യാകുലത. ഈ വ്യാകുലത നമ്മുടെയൊക്കെ ജീവിതത്തിലും വളരെ വ്യക്തമാണ്. 3 ദിവസങ്ങൾ എന്നാണ് അതർത്ഥം. 3 ദിവസങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടില്ല, 3ാം ദിവസം കണ്ടു. തിരുവചനത്തിൽ ഇത് കൃത്യമായിട്ട് നമുക്കറിയാം, ഇതൊരു റിഹേഴ്സലായിരുന്നു. പിന്നീട് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു, കല്ലറയെങ്കിൽ അടക്കം ചെയ്ത് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു, കൃത്യമായി ജെറുസലേം ദേവാലയത്തിൽ വെച്ച് സംഭവിച്ചത് അതൊരു റിഹേഴ്സലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉള്ളിലൂടെ കടന്നുപോയ വ്യാകുലത അത് എത്രയോ വലിയ ഭാരപ്പെട്ടതാണ്. സ്വന്തം മകനെ കാണാതെ പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ
മക്കള് വൈകി വരികുമ്പോൾ മാത്രമല്ല, മക്കളെ കാണാതാവുമ്പോൾ അപ്പനും അമ്മയും അനുഭവിക്കുന്ന യാതന അതെത്രയോ വലുതാണെന്നറിയോ? ഒരുപക്ഷെ ഞാനിത് പറയുന്നത് വളരെ നന്നായിട്ട് മനസ്സിലാവുന്നത് കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അംഗം നഷ്ടപ്പെട്ടിട്ട് കാണാതായി, ദേ തിരിച്ചെത്തിയിട്ടില്ല. നാളുകൾക്ക് മുമ്പ് ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരു കുടുംബത്തിൽ കുടുംബാംഗങ്ങളുണ്ട്. അതിലവരുടെ മൂത്ത മകനെ കാണാതെ പോയിട്ട് നാളുകളേറെയായി കാണാതെ പോയിട്ട്. ആ കുടുംബാംഗങ്ങളിൽ അമ്മയാണിത് പറയുമ്പോൾ കരയുന്നത്. വല്ലാത്ത കരച്ചിലാണ്. ഞാൻ ഡൽഹിയിലായിരുന്ന അവസരത്തിൽ അവിടെ അപ്പോളോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്ന മകനാണ്. കേരളത്തിൽ നിന്ന്, വലിയ പ്രായമൊന്നുമില്ല, കേരളത്തിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നു. അവിടെ വന്ന് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഇവനെ പിന്നെ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ആ അമ്മ വിളിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തി, അച്ഛാ 8-9 വർഷം കഴിഞ്ഞു എൻ്റെ മകനെ കാണാനില്ല. 8-9 വർഷം കഴിഞ്ഞ് കാണാനില്ല. ഞങ്ങൾ ആ നാളുകളിലൊക്കെ അന്വേഷിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയത് CCTVയിലുണ്ട്. പിന്നെ അവൻ ഡിസപ്പിയർ, കാണാനില്ല. ഈ അമ്മ കരയുക. എല്ലാ ദിവസവും ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഒരമ്മയുടെ കണ്ണുനീർ. ഞാനിത് പറയുന്നത് നീണ്ട നാളുകൾ കാണാതെ പോയതിനെ കുറിച്ചൊന്നും മാത്രമൊന്നുമല്ല. ദേ വീട്ടിലെ മകൻ വൈകി വരുന്നതിനെ ഓർത്ത് കരയുന്ന അമ്മമാര്, മകളുടെ സ്വഭാവ ദൂഷ്യങ്ങളിൽ ഓർത്ത് കരയുന്ന അമ്മമാര്, അപ്പന്മാരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മേനെ ചേർത്ത് പിടിച്ചോണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ അപ്രകാരം ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഈ നിയോഗത്തിൽ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിന്നേ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ കാണാതെ പോയവരുണ്ടോ? കണ്ടു കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളവരുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഇടവകയിലോ നിങ്ങളുടെ സൊസൈറ്റിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കാണാതെ പോയി, ഇന്നയാളെ കാണാനില്ല, അതിൻ്റെ പേരിൽ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ടാവും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. അതോട് ചേർന്ന് കുടുംബങ്ങളിൽ മക്കളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. രാത്രി സമയത്തും കാലത്തും വീട്ടിൽ വരികയില്ല, തോന്നുന്നത് പോലെയാ വരുന്നത്. കുടുംബത്തിൽ ഒരു അച്ചടക്കമില്ല, കുടുംബ പ്രാർത്ഥനയ്ക്കില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ആ കണ്ണുനീരെല്ലാം പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരിനോട് ചേർത്ത് വയ്ക്കാം. അമ്മേ മാതാവേ, ഇതാ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ പുതിയൊരു അഭിഷേകം ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ യാചന കേൾക്കണമേ. എല്ലാവരും പാടാം. സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ യാചന കേൾക്കണമേ. എല്ലാവരും ചേർന്ന് സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ യാചന കേൾക്കണമേ. നമുക്കിരിക്കാം. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളിൽ 4-മത്തത് കുരിശിൻ്റെ വഴിയിൽ പരസ്പരം കണ്ടുമുട്ടുന്ന അമ്മയും മകനും. ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായി ഈ സംഭവം എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ കുരിശിൻ്റെ വഴിയിലൊക്കെ ധ്യാനിക്കുന്ന ഒരു വചനഭാഗമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനെ കണ്ടുമുട്ടുകയാണ്. ആ മകൻ്റെ അപ്പോഴത്തെ അവസ്ഥ, അത് അമ്മയുടെ ഹൃദയത്തിൽ ഇങ്ങനെ വലിയ ഒരു ഭാരമായി, വേദനയായി അതിങ്ങനെ തിളച്ചു മറിയുകയാണ്. സ്വന്തം പുത്രൻ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം. അമ്മയേക്കാൾ അധികമായി മകനേക്കാൾ ശാരീരികമായിട്ട് അനുഭവിക്കുന്നതിനേക്കാൾ അധികമായി ആ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ആ വേദന തിളച്ചു മറിയും. കാരണം അത്രമേൽ സ്നേഹമാണ് ആ മകനെ. ഒരു പാപം പോലും ചെയ്യാത്ത തൻ്റെ മകനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വിഷമം, ആ ഭാരം, അതാണ് 4-മത്തെ വ്യാകുലം. 5-മത്തെ വ്യാകുലത മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 34 മുതൽ 50 വരെയുള്ള വചനഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
കുരിശിൻ്റെ ചുവട്ടിൽ മകൻ്റെ മരണം കണ്ട് അവിടെ നിലപാടുറപ്പിച്ച അമ്മ, സ്വന്തം മകൻ മരിക്കുന്നത് കണ്ട് നിൽക്കേണ്ടി വന്ന ആ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വന്തം മകനെ ഇതാ നാട്ടുകാർ, അവിടുത്തെ പ്രമാണികളെല്ലാവരും കൂടെ ചേർന്ന് കുരിശേൽ തറച്ച് കൊല്ലുമ്പോൾ അത് കണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ അവസ്ഥ, പ്രിയപ്പെട്ടവരെ, ഇത് ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ ചില അമ്മമാർക്കൊക്കെ ഇതിൻ്റെ വിഷമം നന്നായിട്ട് മനസ്സിലാകും. നാട്ടുകാരുടെ മുമ്പിൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ അമ്മ അനുഭവിച്ച വിഷമം, ഭാരം, കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ അനുഭവിച്ച വേദന, ആ വ്യാകുലത, അതാണ് 5ാമത്തെ വ്യാകുലതയായി തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. 6ാമത്തെ വ്യാകുലത, മകനെ കുരിശിൽ നിന്നിറക്കി മടിയിൽ കിടത്തി കരയുന്ന അമ്മ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ അതുണ്ട്. അതായത് കുരിശിൽ നിന്നിറക്കി മടിയിൽ കിടത്തി കരയുന്ന അമ്മ, സ്വന്തം മകനെ ആ മടിയിൽ കിടത്തി ചേതനയറ്റ ശരീരം, ജീവിതത്തിൽ 33 വർഷം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന മകൻ തൊട്ടു മുമ്പിൽ മരിച്ച് അതിനുശേഷം ദേ കുരിശിൽ നിറക്കി മടിയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുക, ചേതനയറ്റ ശരീരം, അതും പിടിച്ചുകൊണ്ട് അമ്മ അനുഭവിച്ച കണ്ണുനീര്, അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അമ്മ അനുഭവിച്ച സങ്കടം അത് വർണ്ണിക്കാൻ പറ്റുമോ? അത്രമേൽ വലിയ ഭാരം. 7ാമത്തെ വ്യാകുലതയെ നമ്മൾ പഠിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57 മുതലുള്ള വചനം. അതിലിങ്ങനെ ഇപ്രകാരമുണ്ട്, അതായത് കല്ലറയിങ്കൽ അടക്കം ചെയ്ത് ഇനി ഈ മകനെ കാണാനാവില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന അമ്മ. കല്ലറയെങ്കിൽ അടക്കം ചെയ്തു, കല്ലുകൾ ഇങ്ങനെ ഉരുട്ടി വെച്ചു, ഇനി എൻ്റെ മകനെ ചേതനയറ്റ ശരീരം പോലും ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരയുന്ന ഒരമ്മ. അതാണ് 7ാമത്തെ വ്യാകുലത. പ്രിയപ്പെട്ടവരെ, ഈ 7 വ്യാകുലങ്ങളെ ധ്യാനിക്കുമ്പോൾ ഓരോന്നോരോന്ന് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണെന്നറിയാവോ? പരിശുദ്ധ അമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയും വലിയ വിഷമം സഹിച്ച ഒരമ്മയാണ്. ഈശോ കുരിശുയാത്രയിൽ ശാരീരികമായി അടികളേറ്റു, പീഡകളേറ്റു, കുരിശിൽ മരിച്ചു. അതുപോലെ തന്നെ മനസ്സുകൊണ്ട് അത്രമേൽ ഭാരപ്പെട്ട അമ്മ, മകനേക്കാൾ അധികം ഒരുപക്ഷെ, ഇങ്ങോട്ട് നോക്കിക്കേ, മകനേക്കാൾ അധികം ഒരുപക്ഷെ അമ്മയ്ക്കാണ് ആ വേദന അനുഭവിക്കുന്നത്, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ആ ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമം, ഉള്ളിൽ അനുഭവിക്കുന്ന അനുഭവം. മകനെ നന്നായി അമ്മയ്ക്കേ അറിയാവൂ, അമ്മയ്ക്ക് നന്നായി അറിയാം, അമ്മയ്ക്കേ അറിയാവൂ ആ മകനെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും, അല്ലേ? ഞാനിതൊരു പക്ഷെ പറയുമ്പോഴത്തേക്ക് ഈ അമ്മയോട് അങ്ങേയറ്റ സ്നേഹമുള്ള മക്കൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാകും. അല്പം കൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരോഹിതർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാകും. ഒരു വീട്ടിൽ അമ്മയെ ഓർത്തുകൊണ്ടാണ് മകനായിട്ടുള്ളൊരു വൈദികനുണ്ടെങ്കിൽ കയറി ചെല്ലുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അമ്മയോടാണ് ഈ മകൻ ഇത്രമേൽ അടുപ്പം. ഈ ഭൂമിയിൽ ഒരു പുരോഹിതനായ മകനെ മനസ്സിലാക്കുന്നത് ഈ അമ്മയോളം എത്തുന്ന വേറെ വല്ലവരും ഉണ്ടോ? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തിലാണ് എൻ്റെ അമ്മ മരിച്ചത്. അപ്പൻ അതിനു മുമ്പ് മരിച്ചതാ. ഞങ്ങൾ 7 മക്കളാണ്. ഞാൻ മിക്കവാറും കഴിഞ്ഞ കുറച്ച് നാളുകളായി അമ്മ കിടപ്പിലായിരുന്നപ്പോൾ അമ്മയുടെ അടുക്കൽ വന്നിരിക്കുമായിരുന്നു. എന്നാൽ അമ്മ മരിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് വീട്ടിലോട്ട് ചെല്ലാൻ പോലും ഒന്നും തോന്നുന്നില്ല. കാരണം ആരാ അവിടെ കാത്തിരിക്കുന്നേ? നമുക്ക് വേണ്ടി ആരാ കാത്തിരിക്കുന്ന? ഒരു അമ്മയുടെ കാത്തിരിപ്പും അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ ആശീർവാദവും അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മകൻ ശാരീരികമായ വേദന അനുഭവിച്ചപ്പോൾ ഈ അമ്മ അനുഭവിച്ച വ്യാകുലങ്ങൾ, ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അമ്മ അനുഭവിച്ച സങ്കടങ്ങൾ, ആ ഒഴുക്കിയ രക്തക്കണ്ണുനീര്, അതിൻ്റെ വില അത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിലയാണ്. പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്ക്. അമ്മ ഒഴുക്കിയ രക്തക്കണ്ണീരാൽ ഞങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹം ലഭിക്കണമേ. എല്ലാവരും ചാടി എഴുന്നേറ്റോ.
യൂട്യൂബിലൊക്കെ ഈ ശുശ്രൂഷ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചൊരമ്മേ, കുരിശിന്റെ യാത്രയില് മകൻ അനുഭവിച്ച വേദനകൾ കണ്ട് കണ്ണുനീരൊഴുക്കി അമ്മേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഈ അമ്മ എന്നും കൂട്ടാണ്. ഈ അമ്മയില് അമ്മ വഴി ഞങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന യാതനകൾ അമ്മേ, അമ്മയ്ക്ക് നന്നായി അറിയാം. കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങളെയും അനുഗ്രഹിക്കണേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചോരമ്മേ, രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. എല്ലാവരും യേശുവിൻ്റെ മുമ്പിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ യാത്രയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. നമുക്ക് വേണ്ടി മനസ്സിൽ ഏറ്റെടുത്ത ഭാരം, വ്യാകുലങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധ മറിയം നമുക്ക് മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും. 2 കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധ അമ്മ ഒഴുക്കിയ ആ രക്തക്കണ്ണുനീരിൻ്റെ അതിശക്തമായ കൃപ ഈ സമയം തന്നെ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൽ ഭാരം നിറഞ്ഞ്, ദുഃഖം നിറഞ്ഞ്, ആകുലപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നവരുണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്നവരുണ്ട്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥത, മകനെയോർത്തും മകളെയോർത്തും ഭാരപ്പെട്ട് ജീവിതം വഴിമുട്ട് നിൽക്കുന്നവരുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. കണ്ണുനീർ തൂകി പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മധ്യസ്ഥതയുടെ കവചം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ഒഴുകപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഇപ്പോൾ ഈ പോട്ടാശ്രമത്തിന്റെ ശുശ്രൂഷയിലോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനം നമ്മളാരും വെറുതെ വന്നവരല്ല, നിയോഗത്തോടുകൂടെ വന്നവരാണ്. കരങ്ങൾ ഉയർത്തി, എന്താണ് നിന്റെ നിയോഗം? ആ നിയോഗം പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിന്റെ മുമ്പിൽ ചേർത്ത് വെച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ